ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാള്. അയാളുടെ ലൈഫില് എന്തെങ്കിലും ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലോ, കരിയറിലോ ഒക്കെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ, ആളെക്കൊണ്ട് പറ്റുന്ന രീതിയില് ആളതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. സമാധാനം കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷെ തന്നെക്കൊണ്ട് ഇനി ഒട്ടും പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോഴായിരിക്കും അവര് ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത്, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് തന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയാം എന്ന് കരുതിയിട്ട് ഒരു സെഷൻ എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. അപ്പോ ഈ കാര്യങ്ങളൊക്കെ തന്നെയും അവര് തുറന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഒരുപാട് റിലീഫ് അവർക്ക് കിട്ടും. ഉം. പക്ഷെ അത് മാത്രമല്ല. അപ്പോ നിങ്ങളിപ്പോ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അത് ചിലപ്പോ ആങ്കർ ഇഷ്യൂസ് ആയിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, ഡിപ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം. ഇതിന്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആൾക്കാര്, അല്ലെങ്കിൽ ചില അവസരങ്ങള്, അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ. പക്ഷെ സെഷൻ എടുക്കുന്ന സമയത്താണ് ശരിയാണ്. ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ടാണ് ഒരു 10 വർഷം മുമ്പ് നടന്നിട്ടുള്ള ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇന്നും ഈ ഒരു കാര്യം അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് മൂലമാണ് എനിക്കിന്ന് ഇപ്പോഴും ഈ ഒരു ഫീലിങ്സ് വരുന്നത് എന്നുള്ള രീതിയിലേക്ക് ഒരു അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വളരെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നിങ്ങൾ സെഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും.